പ്രിയരെ, ഈ 11-ാം തീയതി എറണാകുളത്ത് ബിഷപ്പ് ഹൗസിൽ വൈദികരെ വലിച്ചിഴച്ച് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നത് സർക്കാരിനും പോലീസിനുമൊക്കെ വലിയ തലവേദനയായി. അവർ പ്രതീക്ഷിക്കാത്തത്ര വലിയ പ്രതിരോധമാണ് നമ്മൾ തീർത്തത്. അവർ ചെയ്തത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. നിയമപരമായി വൈദികരെ ആ ബിഷപ്പ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ചെയ്യാൻ പോലീസിന്റെ കയ്യിൽ ഒരു കോടതി ഉത്തരവോ ഒന്നുമില്ല. ഈ ക്രിമിനൽ കൂരിയയിലെ ഒരു അംഗം കൊടുത്ത പരാതിയെ തുടർന്ന് 21 വൈദികരെ നിലത്തുകൂടി വലിച്ചിഴച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വലിയ പോലീസ് നടപടിയാണ് ആരംഭിച്ചത്. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനായില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുചെന്നാൽ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് പോലീസ് അറസ്റ്റ് ഒഴിവാക്കി. എന്നിട്ട് പോലീസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലീസ് ഒരു കള്ളക്കേസ് കൊടുത്തു. അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അനൂപ് ചാക്കോ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാരിയെല്ല് പൊട്ടി. അത് വെളുപ്പിനെയുള്ള നടപടിയിൽ ഈ വൈദികരുടെ ആക്രമണം മൂത്തിട്ടാണെന്നാണ് ഈ FIR-ൽ പറയുന്നത്. FIR-ൽ പറയുന്ന കാര്യം ഞാൻ ഒന്ന് വായിക്കാം. ഈ സംഗതിക്ക് ഇന്ന് 11/1/2025 രാത്രി 10 മണിക്ക് അനൂപ് സി, ഏജ് 36, സൺ ഓഫ് ചാക്കോ, വടശ്ശേരി കരോട്ടു വീട്ടിൽ, എരവിനല്ലൂർ, പുതുപ്പള്ളി, കോട്ടയം, നൗ അറ്റ് SI ഓഫ് പോലീസ്, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, കൊച്ചി സിറ്റി എന്നയാൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ X2 നമ്പർ ക്വാർട്ടേഴ്സിൽ വെച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സെൽവരാജ് എന്നോട് കണ്ടാലറിയാവുന്ന 20ഓളം പുരോഹിതർ ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്നുള്ള മനസ്സറിവോടും ആവലാതിക്കാരൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുള്ള കുറ്റകരമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി ജനാഭിമുഖ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിൽ 11/1/2025 തീയതി വെളുപ്പിന് 5:30 മണിയോടെ ന്യായവിരോധമായ സംഘം ചേർന്ന പ്രതികളെ ക്രമസമാധാന ഡ്യൂട്ടിയുടെ ഭാഗമായി സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനായി ശ്രമിച്ച ആവലാതിക്കാരനെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ച് ടിയാന്റെ ഔദ്യോഗിക യൂണിഫോം വലിച്ചു കീറുകയും ടിയാനെ തള്ളി താഴെയിടുകയും ചെയ്തതിൽ വെച്ച് ആവലാതിക്കാരൻ്റെ ഇടത് വാരിയെല്ലിന് പൊട്ടലും ഇടത് കൈമുട്ടിനും നെഞ്ചിനും വലത് കൈത്തണ്ടയ്ക്കും ചതവും വേദനയും ഉണ്ടാക്കുന്നതിനും ടിയാന്റെ ഔദ്യോഗിക യൂണിഫോം ഉപയോഗയോഗ്യമല്ലാതാക്കുന്നതിനും ഇടയാക്കിയ കാര്യത്തിന് മൊഴി പറയുകയാൽ മൊഴി രേഖപ്പെടുത്തി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ ഞാൻ ഇന്ന് കാര്യത്തിന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 49/2025 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അസൽ FIR, അസൽ മൊഴിയും ഒന്നിച്ച് ബഹുമാനപ്പെട്ട കോടതിക്കും പകർപ്പ് മേലധികാര സ്ഥാനങ്ങളിലേക്കും അയക്കുന്നു. നോക്കൂ, ഇത് പ്രകാരം ഈ അനൂപ് ചാക്കോയ്ക്ക് വാരിയെല്ലിന് പൊട്ടലേറ്റത് വെളുപ്പിന് 5:30 ആ സമയത്ത് ഞാൻ ആ ബിഷപ്പ് ഹൗസിന്റെ മുമ്പിലുണ്ട്. അതിനുശേഷം മുഴുവൻ സമയവും ആ ബിഷപ്പ് ഹൗസിന്റെ വാതിക്കലും പരിസരത്തുമായിട്ട് ഞാനുണ്ട്. ഞാൻ പലവട്ടം ഈ അനൂപ് ചാക്കോയെ അവിടെ നിൽക്കുന്നത് കണ്ടതാണ്. വാരിയെല്ലിന് പൊട്ടിയ മനുഷ്യൻ വളരെ സുന്ദരമായി പോലീസ് ഡ്യൂട്ടി ചെയ്യായിരുന്നു. ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:30 മണിയോടുകൂടി സബ് കളക്ടറും DCPയുമായി ഞങ്ങൾ 3-4 വൈദികരും 3-4 അൽമായരും ബിഷപ്പ് ഹൗസിനകത്ത് വെച്ച് ചർച്ച ചെയ്തു. അത് അകത്തെന്ന് പറഞ്ഞാൽ അകത്തല്ല, ആ പുറത്തെ മുറ്റത്ത് കസേരയിട്ട് അവിടെ ഇരുന്നാണ് ചർച്ച ചെയ്തത്. ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ അനൂപ് ചാക്കോ ഡ്യൂട്ടിയിൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കാണാം. ഉച്ചയ്ക്ക് 1:30 രാവിലെ 5:30 മണിക്ക് വാരിയെല്ലൊടിഞ്ഞ മനുഷ്യൻ ഉച്ചയ്ക്ക് 1:30 മണിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി പിന്നീടുള്ള വീഡിയോകൾ ഞങ്ങൾ പരിശോധിച്ചു. അങ്ങനെ വീഡിയോകൾ പരിശോധിച്ചപ്പോൾ ഈ പോലീസുകാർക്ക് മാത്രമല്ല വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്കും വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തു നിന്ന് ആളുകളെ വെച്ച് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സംഭവങ്ങളുടെയും
അവിടെ ചുറ്റുവട്ടത്ത് നടന്ന സകല കാര്യങ്ങളുടെയും വീഡിയോ ഉണ്ട്. പോലീസുകാർക്ക് മാത്രമല്ല ഡ്രോൺ ക്യാമറ ഉണ്ടായിരുന്നത്, നമുക്കും ഡ്രോൺ ക്യാമറ ഉണ്ടായിരുന്നു. പോലീസുകാർ ഡ്രോൺ ഇറക്കിയപ്പോൾ നമ്മളും അടിയന്തരമായി വാടകയ്ക്ക് ഡ്രോൺ വിളിച്ച് നമ്മളും അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മളും ചിത്രീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുമുണ്ട് ഡാറ്റാസ്, മുഴുവൻ വിശദീകരണങ്ങളും മുഴുവൻ ഡാറ്റയും ഞങ്ങളുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. വളരെ കൃത്യമായി ഇദ്ദേഹം വൈകുന്നേരം 6:30 മണിക്ക് പോലും ആ ബിഷപ്പ് ഹൗസിൽ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾക്കും കാണാം. ഒരു 2-3 വീഡിയോകളുടെ സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. ബാക്കി വിശദമായ വീഡിയോകളും ബാക്കി കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണിക്കാം. അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോകുന്നത്, അതിൻ്റെ എല്ലാത്തിൻ്റെ കൃത്യമായ റൂട്ട് മാപ്പ് അടക്കം സകലതും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് സൗകര്യമാകുമ്പോൾ വേണ്ട സമയത്ത് നമുക്ക് കാണിക്കേണ്ടിടത്ത് കാണിക്കാം. എന്തായാലും കോടതിയിലേക്ക് കേസ് വരുമല്ലോ, അപ്പോൾ നമുക്ക് കാണിക്കാം. പക്ഷേ വളരെ വ്യക്തമായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 21 വൈദികരെ കൃത്യമായി കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി പോലീസിന്റെ കയ്യിൽ യാതൊരു രേഖയും ഇല്ലാതെയാണ് പോലീസ് ഈ വൈദികരെ ആക്രമിച്ചത്. അപ്പൊ ഇപ്പൊ ആ രേഖകൾ പുറത്ത് ചോദിക്കുമെന്ന് വന്നപ്പോൾ, ആ രേഖകളൊന്നും കയ്യിലില്ലാത്തപ്പോൾ ഇവർക്കെതിരെ ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടി ഈ അനൂപ് ചാക്കോ എന്ന SI കരുവാക്കിക്കൊണ്ട് ഒരു കള്ളക്കേസ് സമർപ്പിച്ചിരിക്കുകയാണ്. അനൂപ് ചാക്കോയുടെ വാരിയലിന് പൊട്ടലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാനാണല്ല. പക്ഷെ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ വാരിയലിന് പൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെളുപ്പിന് 5:30-ക്കല്ല, വൈകുന്നേരം 6:30 മണി വരെ അദ്ദേഹം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ആ കാര്യത്തിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഇനി പോലീസിൻ്റെ വഴി നോക്കട്ടെ, നിയമപരമായി ഞങ്ങളും നോക്കാം. എത്ര ഹീനമായ പ്രവൃത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വൈദികരോട് കാണിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നന്ദി.